വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഹെയർ സ്മൂത്തനിങ് എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പലർക്കുള്ള ഡൗട്ടാണ് ഈ സ്മൂത്തനിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടാവുമോ, ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, ഇതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ്, ഇത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യുന്നുള്ളതൊക്കെ. അപ്പം ഞാൻ എൻ്റെ ഹെയർ സ്മൂത്തനിങ്ങിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്മൂത്തനിങ്ങിൻ്റെ എല്ലാ സ്റ്റെപ്പും കവർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാനിവിടെ ആഡ് ചെയ്യാം, എന്നിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഭയങ്കര ലെങ്ത് ആയിട്ട് പോകും. അപ്പോൾ ആ വോയിസ് ഓവറിലൂടെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാം കേട്ടോ. എൻ്റെ കല്യാണത്തിൻ്റെ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഹെയർ സ്മൂത്തനിങ് ചെയ്യുന്നത്. 2024 ജനുവരിയിലായിരുന്നു എൻ്റെ മാരേജ്. ഇപ്പോൾ 2026 ജനുവരി, അതായത് 2 വർഷമായിട്ടുണ്ട് ഞാൻ സ്മൂത്തനിങ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് വളർന്നു വന്ന ഹെയർ ആണ് ആ ടോപ്പിൽ കാണുന്നത്. അതിങ്ങനെ കുറച്ച് കേളി ആയിട്ട് കിടക്കണത് കണ്ടോ. ഇപ്പോൾ ചേച്ചി വെട്ടുന്ന ആ ഭാഗത്ത് നിന്ന് താഴോട്ട് മുടി കുറച്ച് സ്ട്രെയിറ്റൻ ആയിട്ടാണ് കിടക്കുന്നത്. അത് ഞാൻ ഓൾറെഡി സ്മൂത്തൻ ചെയ്ത ഹെയർ ആണ് കേട്ടോ. ഇനി ഞാൻ ഈ ഒരു മുടി വെട്ടിയ സമയത്ത് എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ എങ്ങനെയാണ് ഇത്രയും നീളമുള്ള മുടി വെട്ടി കളയാനായിട്ട് തോന്നണേന്ന്, ഈ ലെങ്ത്തിൽ തന്നെ സ്മൂത്തനിങ് ചെയ്യായിരുന്നില്ലേന്ന്. അപ്പം നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്തും അതുപോലെ തിക്നെസ് ഒക്കെ കൂടുന്നതിനനുസരിച്ച് ഈ സ്മൂത്തനിങ്ങിൻ്റെ റേറ്റും കൂടും. അതുമാത്രമല്ല, എനിക്ക് എൻ്റെ മുടി പെട്ടെന്ന് വളരുന്ന മുടിയാണ്. അപ്പോൾ കുറച്ചധികം വളർന്നു കഴിഞ്ഞാൽ എനിക്കത് കട്ട് ചെയ്ത് ഷോർട്ട് ഹെയർ ആക്കണം. അത് എൻ്റെ ഒരു ശീലമായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്മൂത്തൻ ചെയ്യണേ കേട്ടോ. എന്നെക്കാളും വിഷമമായിരുന്നു എൻ്റെ മുടി കട്ട് ചെയ്യണ ചേച്ചിക്ക്. എൻ്റെ അടുത്ത് കുറേ വട്ടം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, ഈ ലെങ്ത്തിൽ വെട്ടല്ലേ നിനക്ക് ഉറപ്പല്ലേ എന്നൊക്കെ. ഇത്രയും മുടിയാണ് കേട്ടോ നമ്മൾ വെട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഹെയർ വാഷ് ചെയ്യാനായിട്ട് പോവാണ്. എൻ്റെ ഹെയർ വാഷിങ് കുറച്ചും കൂടി ഈസി ആയിരുന്നു എന്നാണ് ചേച്ചി പറഞ്ഞത്. കാരണം എൻ്റെ തലയിൽ ഒട്ടും ഓയിലില്ല കേട്ടോ. എനിക്ക് വെളിച്ചെണ്ണ തേക്കുന്നതേ ഇഷ്ടമല്ല. അപ്പം എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട്, മുടി ഇങ്ങനെ വളരാനായിട്ട് ഏത് എണ്ണ തേക്കണേന്ന്. ഞാൻ അവരോട് പറയാറുണ്ട്, എണ്ണ തേക്കേ വേണ്ടെന്ന്, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എണ്ണ കുറച്ച് തേച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് അപ്പം തന്നെ ഷാമ്പു ഇട്ട് കഴുകി കളയണം കേട്ടോ. അപ്പം നല്ല ഓയിലൊന്നും ഇല്ലാതെ ഡ്രൈ ആയിട്ടുള്ള ഹെയറിലാണ് സ്മൂത്തൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എൻ്റെ ഹെയർ വാഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഹെയർ വാഷ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഹെയർ ഡ്രൈ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ സ്മൂത്തനിങ് ക്രീം അപ്ലൈ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു റേറ്റ് ഞാൻ പറഞ്ഞു തരാം. 4,000 to 5,000 ആണ് ഇതിൻ്റെ ബേസിക് റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്തും തിക്നെസ് ഒക്കെ അനുസരിച്ചിട്ട് ഈ റേറ്റിൽ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. ഞാൻ ആദ്യമായിട്ട് സ്മൂത്തനിങ് ചെയ്യുന്ന സമയത്ത് മെട്രിക്സിൻ്റെ ക്രീം വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ ഹെയർ നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യണ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഹെയർ ഫോളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ സ്മൂത്തനിങ് ചെയ്യാൻ പോകുമ്പോൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആവശ്യമില്ലാത്ത പണിക്ക് പോകേണ്ട, മുടിയൊക്കെ പോകുന്നു. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, എനിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയാണ് ചെയ്തേട്ടാ. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈം ഞാൻ ചെയ്ത വീഡിയോ എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. എൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയൊരു ഇങ്ങനെ ഹെയർ ഇല്ലാണ്ട് ഇങ്ങനെ പെട്ട പോലത്തെ ഒരു ഭാഗം ഉണ്ടായിരുന്നു കേട്ടോ. ഈ സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ എനിക്ക് പുതിയ പുതിയ ഹെയർ ഒക്കെ ഗ്രോ ചെയ്യാണ് ചെയ്തത്. എനിക്ക് നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയാണ് ചെയ്തേട്ടോ. അപ്പോൾ അത് 2ാം തവണ ഞാൻ സ്മൂത്തനിങ് ചെയ്യാൻ വരുമ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, ഹെയർ നല്ല തിക്കായിട്ടുണ്ടെന്ന് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്മൂത്തനിങ് ക്രീം അപ്ലൈ ചെയ്യാണ് ഇവിടെ. അപ്പം നമ്മുടെ ഹെയർ ഇങ്ങനെ ചെറിയ രീതിയിൽ പാർട്ടീഷൻ ചെയ്തിട്ടാണ് ഈ ഒരു സ്മൂത്തനിങ് ക്രീം അപ്ലൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം മെട്രിക്സിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സ്മൂത്തനിങ് ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 15 to 20 മിനിറ്റ്സ് ഇതിങ്ങനെ ഡ്രൈ ആവാനായിട്ട് ഇരിക്കണം കേട്ടോ. അതിന് ശേഷം നമ്മുടെ ഹെയർ ഒക്കെ വീണ്ടും വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഡ്രൈ ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഹെയർ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് ഓരോ ഭാഗമായിട്ട് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഇനി എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ചില പാർലറിലൊക്കെ ഹെയർ സ്മൂത്തനിങ് അല്ലെങ്കിൽ ഹെയർ ട്രീറ്റ്മെൻ്റ് ഒക്കെ 2,000, 2,500 രൂപയ്ക്കൊക്കെ ഓഫറിനൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും പോയി നിങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം ഈ ഒരു ഹെയർ സ്മൂത്തനിങ്ങിൻ്റെ ക്രീമിന്, അതായത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ഈ 2,500 രൂപ അല്ലെങ്കിൽ 3,000 രൂപ ഓഫറിനൊക്കെ ഹെയർ സ്മൂത്തനിങ് പോയി ചെയ്യുമ്പോൾ അത്രയും ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള ക്രീമുകളൊക്കെ ആയിരിക്കും നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഹെയർ സ്മൂത്തനിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ തന്നെ ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ സ്മൂത്തനിങ് ചെയ്യാനായിട്ട് പോകുമ്പോൾ നല്ലൊരു പാർലർ തന്നെ ചൂസ് ചെയ്യുക. അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ തന്നെ ഹെയറിൽ ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ അയൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ മുടി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബാക്ക് വ്യൂ കാണിച്ചു തരാം. ഞാൻ ഈ ഒരു 2ാം തവണ സ്മൂത്തനിങ് ചെയ്യാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ തവണ സ്മൂത്തനിങ് കഴിഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെയർ കിടക്കണ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് എന്നുള്ളത്, എവിടെയാണ് ചെയ്തതെന്നൊക്കെ. എന്നിട്ട് ഞാൻ ചെയ്ത സ്ഥലത്ത് പോയിട്ട് 2-3 പേര് സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ആ ഒരു ഇഷ്ടം കൊണ്ടാണ്. അത് നമ്മുടെ ഹെയർ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു കംഫർട്ട് തോന്നുമല്ലോ. അപ്പോൾ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിലും അധികം മുടിയുമ്പോൾ പണി പിടിക്കണ്ട. ജസ്റ്റ് ഒന്ന് അയച്ചിട്ടാൽ മതി സ്മൂത്തനിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു കംഫർട്ടൊക്കെ നോക്കിയിട്ടാണ് രണ്ടാം വട്ടം ഞാൻ സ്മൂത്തനിങ് ചെയ്യാൻ ഇവിടെ തന്നെ വന്നത് ട്ടോ. അയൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്മൂത്തനിങ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. ഇനിയാണ് നമ്മൾ ന്യൂട്രലൈസർ അപ്ലൈ ചെയ്യുക. ഇത് എന്തിനാ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഹെയർ ഇതേപോലെ തന്നെ പെർമനന്റ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഈ ഒരു ന്യൂട്രലൈസർ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഹെയർ വീണ്ടും ആ ഒരു പഴയ ഒരു ഇതിലോട്ട് തന്നെ പോകും. അപ്പോൾ പെർമനന്റ് ആയിട്ട് ഇങ്ങനെ ഒരു സ്ട്രൈറ്റൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്മൂത്തനിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ന്യൂട്രലൈസർ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അത് അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു 20 to 30 മിനിറ്റ്സ് ഇങ്ങനെ ഇരിക്കണം. അതിനുശേഷം വീണ്ടും ഹെയർ വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്തിട്ടുള്ള ലാസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ ഇത്. ഇത് കഴിഞ്ഞതിന് ശേഷം ചേച്ചി ഒന്നും കൂടെ എൻ്റെ ഹെയറിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയെങ്കിലും വല്ല ചുളിവുകളോ മടക്കമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ ഫൈനലായിട്ട് എൻ്റെ ഹെയർ അയൺ ചെയ്ത് തരികയാണ് കേട്ടോ. എൻ്റെ ഹെയർ ഇപ്പോൾ നേരെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ യുവോ വിയോ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും ഹെയർ കട്ട് ചെയ്തിടാം കേട്ടോ. പിന്നെ ഹെയർ സ്മൂത്തനിങ് കഴിഞ്ഞ് 2 ദിവസം നമ്മൾ പുറത്ത് പോകാൻ അല്ലെങ്കിൽ വെയിൽ കൊള്ളാനോ മുടി നനയാനോ ഒന്നും പാടില്ല. തല കുളിക്കാനൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ തലമുടി നനഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നനഞ്ഞ ഭാഗം വീണ്ടും ഇങ്ങനെ ചുളിവും മടക്കമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 2 ദിവസം നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യാൻ വേണം. അധികം വെയിൽ കൊള്ളാണ്ടിരിക്കുക, മുടിയിൽ നനവ് പറ്റാതിരിക്കാനായിട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാർലറിൽ പോയിട്ട് നമ്മുടെ ഹെയർ ഒന്ന് വാഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഹെയർ സ്പാ ചെയ്യണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ നമ്മൾ ഹെയർ സ്പാ ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഹെയർ സ്പാ ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്മൂത്തനിങ് ഹെയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു ഹെയർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതാണെങ്കിലും ഇടയ്ക്കൊന്ന് സ്പാ ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കണ്ടീഷണറും കൂടെ യൂസ് ചെയ്യുക. പ്ലസ് ഒരു സിറം കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റിംഗ് ഉണ്ടാവും.